السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم اجعلنا من محبي رسول الله صلى الله عليه وسلم. اللهم اجعلنا منهم. اللهم انصر من نصر دين نبيك محمد صلى الله عليه وسلم. اللهم اجعلنا منهم. وخذل من خذل دين نبيك محمد صلى الله عليه وسلم. اللهم لا تجعلنا منهم. ബഹുമാനമുള്ള ഖുർആൻ ഹദീസ് പഠനവേദിയിലെ പഠിതാക്കളെ, ഫഖ്ഹ് മസ്അല ഗ്രൂപ്പിലെ പഠിതാക്കളെ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലേഡീസ് ഗ്രൂപ്പിലെ അംഗങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഇന്റെ ആ പൊന്നമ്പിളി വിടർന്നു കഴിഞ്ഞു. അതിലെ ദിനങ്ങൾ ഓരോന്നായി നമ്മളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് ആദരിക്കപ്പെട്ട മഹത്തായ ദിനങ്ങൾ. ആ ദിനങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രത്യേകമായി മറ്റുള്ള ദിവസങ്ങളിൽ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി അങ്ങോട്ട് വരികയാണ്. ഒരു കവിയുടെ വാക്കുപോലെ, ഹുബ്ബി ഹുബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബുഹാക കുല്ലു ഹുബ്ബിൻ മിൻഹു ലിൽ മിഹാൽ ഹാൽ എന്നൊരു കവിയുടെ വാക്കുണ്ട്. അതായത് മലയോരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടികൾ അത് മഴ വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തണുപ്പ് കിട്ടുമ്പോൾ അതിന്റെ കാലാവസ്ഥ, മൗസിമ്, ക്ലൈമറ്റ് അതിനനുയോജ്യമായിട്ട് വരുമ്പോൾ ആ കറുകപ്പുല്ലുകൾ, ആ പുല്ലുകൾ ഇങ്ങനെ വളർന്നു വരികയാണ്. എന്നതുപോലെ മഹാനായ പ്രവാചകർ മുത്തുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഒരു മുഅ്മിനിന്റെ മനസ്സിൽ അതിലും എത്രയോ മുകളിലായി വളർന്ന് പന്തരിച്ചു വരികയാണ്. അതാണ് ഒരു വിശ്വാസിയിൽ വേണ്ടത്. അതായത് കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒരു വിശ്വാസത്തിന്റെ പാതയല്ല. വിശ്വാസത്തിന്റെ പാത എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മദ്രസാധ്യാപന സമയത്തും LP വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ നാം മഹാനായ പ്രവാചകനെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഉള്ളിന്റെ ഉള്ളിലേക്ക് കടത്തി ഇറക്കി വെച്ചിട്ടുള്ളൊരു സ്നേഹമായിരിക്കില്ല. അത് മറ്റു ബാഹ്യമായിട്ടുള്ള എന്തോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ രീതിയായിരിക്കും. അതങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ വന്ന് നാം പ്രായപൂർത്തിയായി, നമുക്ക് ജീവിത രേഖയിൽ നാം പ്രവേശിച്ചു, നാം വിവാഹിതരായി ജീവിതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ ഭാര്യയോട് സ്നേഹം പുലർത്താനും അതേപോലെ തന്നെ മക്കളോട് സ്നേഹം കാണിക്കാനും അതുപോലെ കുടുംബത്തോട് സ്നേഹം കാണിക്കാനും ഒക്കെയുള്ള ഒരു വിവേചന ബോധം നമ്മിൽ വന്നപ്പോൾ, ആ ഒരു സമയം നമ്മളിൽ വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, മഹാനായ പ്രവാചകർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഏത് രീതിയിൽ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്, എങ്ങനെയാണ് എന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെ കൊണ്ടുപോകേണ്ടത്. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടേണ്ടുന്ന സന്ദർഭത്തിൽ നാം നമ്മിൽ നിന്ന് തന്നെ ചിലപ്പോൾ അതിനെ വികലമായി ചിത്രീകരിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിറച്ചു വെക്കാനോ കഴിയാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ലല്ലോ. അങ്ങനെയല്ലേ കേട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടാവുന്നത്. എവിടെയോ അപകടം, ആർക്കോ അപകടം, അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്. എന്നാൽ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ പ്രവാചകർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് നിയോഗിച്ചതിന്റെ വസ്തുത അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. സൂറത്തുൽ ജുമുഅ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് തുടങ്ങുന്ന ആ സൂറയിൽ കാണാൻ സാധിക്കും. ആ സൂറയുടെ 2-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة فإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم.
ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. പരിശുദ്ധ ഖുർആൻ നോക്കൂ, ആരാണ് പ്രവാചകൻ, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. ഹുവ, അല്ലാഹു പറയുന്നു, ഹുവ വല്ലദി, അല്ലാഹു ഒരുത്തനാണ്, ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും, നിരക്ഷരരായ വിദ്യാഭ്യാസ യോഗ്യരല്ലാത്തവരുടെ ഇടയിൽ നിന്നും, ഉമ്മിയങ്ങളിൽ നിന്നായിട്ട്, അവരുടെ ഇടയിൽ നിന്നായിട്ട് ഒരു 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 പള്ളിക്കൂടത്തിന്റെ മുമ്മരപ്പടിയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ വരാന്തയിലേക്ക് വരെ എത്തിപ്പെടാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് ഞാൻ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ ചെയ്ത ദൗത്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഓതിത്തരികയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കഥകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, എങ്ങനെ ഒരു സാധാരണ പഠനമല്ല, അവരെ തസ്കിയത്ത് ചെയ്യുകയാണ്, അവരെ ഹൃദയ ശുദ്ധിയുള്ളവരാക്കി ഉയർത്തപ്പെടുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്നത്. അതാണ് സ്വഹാബ കിറാം. മനസ്സിലാക്കണം. അവിടെ നിന്നിങ്ങോട്ട് പറയുന്നു യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, മാത്രവുമല്ല അവർക്ക് അല്ലാഹു യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, കിതാബിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹക്മത്തിനെയും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു അതിന് മുമ്പ് അവര് പ്രത്യക്ഷമായിരിക്കുന്ന വലാലിയത്തിലായിരുന്നാലും ശരി, അതിന്റെ മുമ്പ് പ്രവാചകനോട് ചേർന്നിട്ടില്ലാത്തവര് ആണെങ്കിലും അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ വന്നപ്പോൾ ആ പ്രവാചകനെ അനുസരിക്കാനും മുന്നോട്ട് വന്നു. അള്ളാഹു യോഗ്യനാണ്, അസീസാണ്, ഹക്കീമാണ്. ഇതൊക്കെ അള്ളാഹു ചെയ്ത ഒരു ശ്രേഷ്ഠതയാണ്, അള്ളാഹുവിന്റെ ഫضل വിശാലമായതാണ് എന്നൊക്കെയാണ് ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ ഉള്ളത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ ആ ഖുർആനിനെ ജനങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, ശൈലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു. ആർക്കൊക്കെ ക്ലാസ് എടുത്തു? അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വൈരികളായവരോട് പ്രവാചകൻ ഇത് ഓതിക്കൽപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അല്ലെ, സുഫത്തിന്റെ അഹലുകാർക്ക് അള്ളാഹുന്റെ റസൂൽ അവിടുന്ന് ദർസ് നടത്തി. മദീനത്തെ പള്ളിയിൽ ചെന്നാൽ എന്നും കാണാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കണം, അള്ളാഹുന്റെ റസൂൽ ചെയ്തു വെച്ച ഒരു സംഭവം, ഒരു കാര്യമാണ് അള്ളാഹുന്റെ ദീനിനെ പ്രചരിപ്പിക്കുക. ആ അള്ളാഹുന്റെ ദീനിനെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഒന്നല്ല, രണ്ടല്ല, നാലല്ല, ലക്ഷങ്ങൾ സംഭവിക്കാം, ആയിരങ്ങൾ പങ്കെടുക്കാം, 100 കണക്കിന് ആളുകൾ വരാം. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പ്രവാചകനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പ്രവാചകൻ തന്നെയാണല്ലോ അവർക്ക് ഓതിക്കൊടുത്തത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. ആ പ്രവാചകൻ തന്നെയാണ് ഓതിക്കൊടുക്കുന്നത്. വറഫഅനാ ലക ദിക്റക, ആ പ്രവാചകൻ തന്നെയാണ് ഓതിക്കൊടുക്കുന്നത്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഇത് പ്രവാചകന്റെ മദ്ഹാണ്, പ്രവാചകനെ പുകഴ്ത്തി പറയുന്നതാണ്. ഇഷ്ടം പോലെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകനാണ്. ആ പാത പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് കാലങ്ങളോളമായി നിലനിന്നു വരുന്ന നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും മദ്രസ സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടങ്ങളിലൊക്കെയും പ്രവാചകനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകന്റെ ജീവിത രീതി, പ്രവാചകന്റെ തവാദു, പ്രവാചകന്റെ പെരുമാറ്റം, പ്രവാചകന്റെ അധ്യാപന രീതി, പ്രവാചകൻ എങ്ങനെയാണ് ചികിത്സാ രീതിയിൽ ഏർപ്പെട്ടത്, ഇങ്ങനെ സകല കാര്യങ്ങളും പ്രവാചകനെ കുറിച്ചിട്ട് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ വിശദീകരിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അവിടെ 1, 2, 3, 4, 5 ആളല്ലല്ലോ, ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ഇപ്പോൾ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി, നമ്മളെ വീട്ടിൽ ഒരുമിച്ച് കൂടി, അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി, ഇവിടെ ഒക്കെയും ആ പ്രവാചകന്റെ മദ്ഹ് തന്നെയല്ലേ അവിടെയും പറയുന്നത്. അപ്പോൾ മുമ്പില്ലാത്തൊരു കാര്യം ഇപ്പോൾ ഉണ്ടായി എന്ന് അവകാശപ്പെടാൻ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധി സമ്മതിക്കുക എന്ന അത്ഭുതത്തോടു കൂടെയാണ്, ഒരു മഹാത്ഭുതമാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് ആർക്കെങ്കിലും വൈകുന്നുണ്ടോ?
ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകൻ ചെയ്ത ചര്യ, ആ ചര്യ പിൻപറ്റിക്കൊണ്ട് പിൻകാലങ്ങളിൽ മുഴുവനും വന്നു. പക്ഷേ കാലങ്ങൾ മാറുമ്പോൾ അതിന്റെ കോലങ്ങൾ മാറുന്നുണ്ട്. ശരിയാണ്, പ്രവാചകൻ സുഫത്തിന്റെ അഹലുകാർക്കാണെങ്കിൽ 2, 3, 4 തട്ടുകളുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി അതിനായിരിക്കും നമ്മുടെ അധ്യാപനം നടക്കുന്നത്. അതിനുള്ള കോളേജുകൾ ഉണ്ടാവും. മുൻകാലങ്ങളിൽ കോളേജുകളില്ല. ശരിയാണല്ലോ, പ്രവാചകന്റെ കാലഘട്ടത്തിലില്ല. പിൻകാലത്ത് വന്നു. അതൊരു മുമ്പ് ഇല്ലാത്തൊരു കാര്യം ചെയ്തതാണ്. അങ്ങനെ ഒരാൾ പറയുന്നു, മുമ്പ് നമ്മൾ ആരോടെങ്കിലും സംശയമായിട്ട് പറയുന്നു, അന്നുള്ള കോളേജിന്റെ പേര് പറ എന്ന് പറഞ്ഞാൽ എവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? അത് പ്രവാചക ചര്യയിലൂടെ നമുക്ക് പാഠം കിട്ടിയതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ഒരു ശൈലി ഉണ്ടാക്കിയത്. അപ്പൊ ആ രീതി തന്നെയാണല്ലോ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലനിന്നുകൊണ്ടിരിക്കുന്നതിൽ ആ പ്രവാചകന്റെ മദ്ഹുകൾ പറയാൻ എന്നും അറബി രാജ്യങ്ങളിലൊക്കെ നടത്തപ്പെടുന്ന ഹസ്രജി ത്വരീഖിലുള്ള അവരുടെ മൗലിദിന്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ അവർ ചില കാരണങ്ങൾ പറയുന്നതിൽ ഇത്തരം കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. കാരണം നമ്മൾ ഒരു മാസം വരുമ്പോൾ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ തന്നെയാണ് എപ്പോഴും സ്നേഹിക്കപ്പെടേണ്ടത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ അനുഭവമുണ്ട്. എനിക്കറിയാം, ദ്യൂബന്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഹനഫി മദ്ഹബാണ്, പക്ക ഹനഫികളാണ്. അവരുടെ അടുക്കൽ നമ്മൾ നാട്ടിൽ ചെല്ലുന്നത് പോലെയുള്ള മൗലൂദിന്റെ രീതിയില്ല. അങ്ങനെ റബീഉൽ അവ്വൽ വന്നപ്പോൾ റൂമിൽ വെച്ചുകൊണ്ട് മൗലൂദ് പാരായണം ചെയ്തപ്പോൾ അവിടെ ഉസ്താദന്മാരുടെ അടുക്കൽ കംപ്ലൈന്റ് ചെയ്യുന്നപ്പോൾ വിളിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾ ഓതുന്നത്. അപ്പൊ അവര് പറഞ്ഞത്, നിങ്ങള് ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്നൊരു തോന്നുന്നല്ലേ, ഇവിടെ 24 മണിക്കൂറും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളല്ലേ, സിഹാഹു സിത്ത അല്ലേ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ബുഖാരി ഷരീഫില്ലേ, മുസ്ലിം ഷരീഫില്ലേ, അബൂദാവൂദ്, തിർമിദി, നിസായി, മുഅത്ത, മാലിക്, അഹ്മദ്, ഇതൊക്കെ അവിടെ പഠിപ്പിക്കടില്ലേ? അപ്പോൾ ഞങ്ങളും ഇവിടെ മദ്ഹബ് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങളെപ്പോലെ സംഘടിതമായിട്ട് തന്നെയാണ്. ഇവിടെ ഒരു ക്ലാസ്സിൽ എത്രയുണ്ട് നമുക്കറിയാലോ, 200 300 പേരുകൾ ഉള്ളതല്ലേ ദൗറത്തുൽ ഹദീസ് എന്നാണ് അവർ മറുപടി അറിഞ്ഞത്. അവർക്കും കാര്യം പിടുത്തം കിട്ടിയിരുന്നു. എതിർക്കപ്പെടുകയല്ല ഉണ്ടായത്, അംഗീകരിക്കപ്പെടുന്ന സ്വഭാവം അവരും കാണിച്ചു. കാരണം അങ്ങനെയാണ് അതിന്റെ വസ്തുത. അപ്പോൾ ആ ഒരു വശമാണ് ഇവിടെ ഉള്ളത് എന്നത് വളരെ എളിയ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സത്യമാണ്. അല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അപ്പോൾ ആ പ്രവാചകന്റെ ചര്യ തന്നെയാണ്. ആ പ്രവാചകൻ തന്നെ കാണിച്ചിരുന്ന ചര്യ നമ്മൾ ഇവിടെ നിലനിർത്തുന്നു. അപ്പോൾ നമ്മുടെ കോളേജുകളിലും മദ്രസകളിലും എല്ലായിടത്തും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ ഒന്നും കൂടി നമ്മളെ മനസ്സിന്റെ ആ ഒരു വിശ്വാസ ശക്തിയെ ശക്തിപ്പെടുത്തുന്ന ഒരു രീതി നാം സ്വീകരിക്കുകയാണ്. വീണ്ടും അതിനു വേണ്ടിയിട്ട് ആ മദ്ഹുകളും ആ ജീവിത ചരിത്രങ്ങളും, അതാണല്ലോ ബർസഞ്ചി മൗലൂദിലുള്ളത്, അതാണല്ലോ മങ്കൂസ് മൗലൂദില്, അതുപോലെ ഷറഫൽ അനാമില്, അതുപോലെയുള്ള മൗലൂദ് കിതാബുകളൊക്കെയും രേഖപ്പെടുത്തി വെച്ചതാണ്. അതുപോലെ പ്രവാചകന്റെ മനാഖിബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബുകൾ എത്രയാണ്. ആ കൂട്ടത്തിൽ ഒരു കിതാബ് തന്നെയാണ് മൗലൂദ് കിതാബ് എന്നും. അതുകൊണ്ട് അത് ഓതണ്ട എന്ന് പറയാനോ അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാനോ എങ്ങനെയാണ് നമുക്ക് ധൈര്യം വരുന്നത്? മഹാത്ഭുതമുള്ള ഒരു ധൈര്യത്തിന്റെ വാക്കുകൾ പ്രയോഗിക്കുന്നു നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇരുന്നൊരു വേള ചിന്തിച്ചാൽ അതിന് മറുപടി കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു നമുക്കൊക്കെയും ഹിദായത്ത് തരുമാറാവട്ടെ. സന്മാർഗപാത അംഗീകരിക്കാനും മനസ്സിലാക്കാനുള്ള ബോധം തരുമാറാവട്ടെ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രവുമല്ല, ഒരൊറ്റ ഹദീസ് കേൾപ്പിക്കാൻ ഞാൻ. ഒരൊറ്റ ഹദീസ്, അതായത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ശൈലി തന്നെയാണിത്. പക്ഷെ അതിന്റെ രൂപങ്ങളും ഭാവങ്ങളും ഭേദങ്ങളും വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ആ പ്രവാചകൻ കാണിച്ചു തന്ന ആ ശൈലി തന്നെയാണ്. പക്ഷെങ്കിൽ അതിന്റെ ഭാവങ്ങൾ, കാരണം പഴയ കാലത്തില്ലാത്ത സംഭവങ്ങളാണെന്നുള്ളത് അറിയാം. പഴയ കാലത്തുള്ള പള്ളികളല്ല ഇന്നുള്ളത്. പഴയ കാലത്ത് മദ്രസകളിലായിരുന്നു മദ്രസകളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലായിരുന്നു ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ പലതും ഇന്ന് മുമ്പില്ലാത്ത വസ്തുതകൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞ കാര്യം, ഇത് ഇങ്ങനെയുള്ള സംഘടിക്കലും ഇങ്ങനെയുള്ള മഹത്തായ സുന്നത്തുകൾ ചെയ്യണമെന്നതിന്റെ രേഖ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആര് തന്നെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? തമസ്സകൂ ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസല്ലേ, എന്റെ സുന്നത്ത് കൊണ്ടും എന്റെ ഖുലഫാഇർ റാഷിദീന്റെ സുന്നത്തും. അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഇവരുടെ പാതയാണത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ലാത്ത, അതായത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതിനെ അംഗീകരിക്കപ്പെടുന്ന വസ്തുതകൾ നമുക്ക് സൂര്യപ്രകാശം പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ പുതിയ രീതി അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ അതിനു വേണ്ടിയിട്ട് ആളുകൾ എടുക്കുന്നതും ഭക്ഷണങ്ങളെല്ലാം അന്നില്ലാത്ത ഭക്ഷണം ഇന്നുണ്ടാക്കുന്നു. അന്നൊരാട്ടിനടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു, ഇന്ന് നമ്മള് മറ്റുള്ള മധുര പലഹാരങ്ങളാണ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നല്ല സുന്നത്ത് നമ്മൾ ചെയ്യുന്നു എങ്കിൽ ഇതും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താനല്ലേ
പ്രവാചക വചനങ്ങളിലൂടെ കണ്ടെത്താതെ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തുള്ള ഒരൊറ്റ ആലിമികളും അതിന് അംഗീകരിക്കപ്പെടുകയില്ല. നമുക്കറിയാം കറാമത്ത് കാണിച്ചു തന്നിട്ടുള്ള ഔലിയാക്കൾ അവരൊക്കെയും ഇത് ഓതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ മുൻനിരയിൽ നിന്നപ്പോൾ അവർക്കൊന്നൊരു കോട്ടം തട്ടിയിട്ടില്ല. അവരൊക്കെ നല്ല നിലക്ക് നല്ല ഈമാൻ സലാമത്തായി കൊണ്ടുള്ള വിയോഗമുണ്ടായത് നമ്മളെല്ലാവരും കണ്ടു മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ മനസ്സിലാക്കാനുള്ളത് അങ്ങനെ മുമ്പ് പ്രവാചകന്റെ കാലത്തിൽ പ്രവാചകൻ ചെയ്തിട്ടില്ലാത്തൊരു വസ്തുത അത് ചെയ്യണമെന്നത് അത് ചെയ്യാൻ പറ്റുമോ എന്നതിന് പ്രവാചകൻ തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിലെ മൻസന്ന സുന്നത്തൻ ഫലഹു അജ്റുമൻ അമില ബിഹ എന്നാണ്. ഒരു സുന്നത്തിനെ ഒരു നല്ല സുന്നത്തിനെ ഒരാൾ ശരിയാക്കിയാലും മൻസന്ന സുന്നത്തൻ ഹസന നല്ലൊരു ശരിയ നല്ലൊരു പാത നല്ലൊരു രീതി അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ മൻസന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ അജ്റുമൻ അമില ബിഹാ എന്ന ഹദീസുണ്ട്. ഇത് മുമ്പ് ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ വരുന്നതാണ്. അപ്പോ പിൻകാലങ്ങളിൽ ഖിയാമത്ത് നാളെ വരെയും കാലികമായി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ദലീലുകളും മറ്റും അള്ളാഹുന്റെ റസൂലിൽ തന്നെയാണ് പഠിക്കേണ്ടത്. ആ പ്രവാചകന്റെ വാക്കുകളിൽ തന്നെയാണ് ഇത് നിൽക്കുന്നതും. മൻസന്ന സുന്നത്തൻ ആദ്യം പറഞ്ഞു എന്റെ സുന്നത്തിനെയും ഖുലഫാഉർ റാഷിദിന്റെയും ആ പ്രവാചകൻ തന്നെയാണല്ലോ നമുക്ക് പാഠം നൽകിയത്. മൻസന്ന സുന്നത്തൻ ഹസനത്തൻ എന്ന് പ്രവാചകൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പ്രവാചകന്റെ വാക്കിനോട് അനുകരിച്ചുകൊണ്ടും അതിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടും അതിനെ ഇഖ്തിദാഅ് ചെയ്തുകൊണ്ടും തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു ഒരുമിച്ച് കൂടലും അള്ളാഹുന്റെ റസൂലിന്റെ മേലുള്ള ഈ മദ്ഹകൾ പറയുന്നത് എന്നത് കണ്ടെത്താൻ കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഈമാനികമായിട്ട് തെറ്റിപ്പിരിയേണ്ടെന്ന് ആവശ്യമില്ല, ആലങ്കോലപ്പെടേണ്ട ആവശ്യമില്ല, വിഭാഗീയത സൃഷ്ടിക്കേണ്ടെന്ന് ആവശ്യമില്ല, സ്റ്റേജുകൾ കെട്ടേണ്ടെന്ന് ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ബോധത്തോടു കൂടെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മൻസന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ അജ്റുമൻ അമില ബിഹാ എന്നാണ്. അപ്പോൾ അതില് പിന്നെ വലാലിയത്തുള്ള അതിന്റെ വിധേയത്തിൽ അത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആവശ്യം തോന്നുന്നില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചത് കിട്ടും. ഇത് തന്നെ മതി കൂടുതലാണ്. അപ്പോൾ ഈ ഹദീസ് തന്നെ വെളിച്ചം വീശി. അപ്പോൾ കഴിഞ്ഞു പോയതാണ്. അത് പ്രവാചകന്റെ ചര്യ കൊണ്ടും പ്രവാചകന്റെ അംഗീകാരം കൊണ്ടും പ്രവാചകൻ മദ്ഹ് പറയാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രവാചകൻ അറുത്തുകൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകന്റെ മദ്ഹുകൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ സംഘടിതമായി സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസിന്റെ ശൈലി മറ്റൊരു രൂപമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ളൊരു രീതി ഉണ്ടാക്കാനുള്ള പ്രേരണയും പ്രവാചക വചനങ്ങൾ തന്നെയാണ്. മൻസന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ അജ്റുമൻ അമില ബിഹാ. അങ്ങനെ ഒരു ചര്യ ഉണ്ടാക്കിയാൽ അത് പ്രവർത്തിച്ചവന്റേതും അത് ഫലഹു അജ്റുഹ അവൻ അതിന്റെ കൂലിയുണ്ട്, അജ്റുമൻ അമില ബിഹാ ആരൊക്കെ അത് അമരിച്ചതിന്റെ ഒക്കെ കൂലിയുണ്ട്. പിന്നെന്താ ഞാൻ ആലോചിക്കാനുള്ളത്? അപ്പോൾ വളരെ ചെറിയ ചിന്ത വേണ്ട. പലപ്പോഴും പലവരും പിന്നെ ഇൻബോക്സിലായിട്ട് കുറെ ടെസ്റ്റുകളും മെസ്സേജുകളും ഒക്കെ അയച്ചു തരുന്നു ഇതിനെ കുറിച്ച് പറയണം. ഞാനത് വായിക്കുന്നില്ല, വായിച്ചിട്ടുമില്ല. കാരണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിലാരും ബേജാറാവാനുമില്ല. അവിടെ ചെറുന്നവർ പറഞ്ഞില്ലേ ഇവിടെ ഹാബിയിലില്ലേ അങ്ങനല്ലേ അത് എടുക്കാൻ പറ്റുമോ, ഹദീസ് ദഈഫ് അങ്ങനെ എന്തൊക്കെയോ അഭിപ്രായങ്ങള്. നമ്മളൊരു നല്ല റൂട്ടിൽ ചിന്തിച്ചാൽ ഈ വിഷയത്തിൽ വലിയ തട്ടുമുട്ടുകളൊന്നുമില്ല. അതൊക്കെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്ര അകന്നു നിൽക്കുന്ന ഒരു വിഷയമല്ല എന്ന് വളരെ ബോധത്തോടു കൂടെ നമുക്ക് ചിന്തിച്ചാൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. എല്ലാവരെയും ഒരേപോലെ ഹിദായത്തിന്റെ വഴി ചിന്തിച്ചുകൊണ്ട് പ്രവാചക സ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചെറിയ രീതിയിൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.